അലഹാൻഡ്രോ ബാൾഡെ വിൽക്കാൻ ബാർസലോണ ഒരുങ്ങുന്നു. കാരണം അവിടെ ബാർസലോണയിൽ ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ ആൾക്കാരുടെ ബഹളമാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാൾഡെ ഒരിക്കലും ബാർസലോണയിൽ ഒരു ഫസ്റ്റ് ചോയ്സ് ലെഫ്റ്റ് ബാക്ക് അല്ല. അപ്പോൾ അവിടെ ജാവോ ക്യാൻസലോയെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. ജെറാർഡ് മാർട്ടിന് ലെഫ്റ്റ് ബാക്കാണ്. പിന്നെ കഴിഞ്ഞ ദിവസം എൽച്ചയ്ക്കെതിരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സാവി എസ്പാട്ടാണ് ആ ഒരു ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ചത്. അവിടെ ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ച പുള്ളി ആ മത്സരത്തിൽ ഒരു അസിസ്റ്റ് വരെ നേടി. പിന്നെ ആ ഒരു അക്കാഡമിയിലുള്ള 17 വയസ്സുള്ള ജോഡി പെസ്ക്വയർ. അപ്പം അങ്ങനെ പ്ലേയേഴ്സിൻ്റെ ആധിക്യമാണ് ശരിക്കും ആ ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ. പിന്നെ ബാൾഡെ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ശരിക്കും ഇവർക്ക് ഒരു വിൽക്കാൻ പറ്റുന്ന ഒരു വിൽപ്പന മുതലാണ്, അല്ലെങ്കിൽ ഒരു സെല്ലബിൾ അസറ്റാണ്, അവരുടെ ഒരു സെല്ലബിൾ അസറ്റാണ് ബാൾഡെ. പിന്നെ ലാമാസിയ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് 100% ലാഭമാണ് ബാൾഡെ വിൽക്കുമ്പോഴത്തേനും അവരുടെ ആ ഒരു ഫൈനാൻഷ്യൽ ബുക്സിലൊക്കെ റിഫ്ലക്റ്റ് ആകാൻ പോകുന്നത്. പിന്നെ ബാർസലോണയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവരുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്യണം, അതേപോലെ തന്നെ ഒരു സെൻറ്റർ ബാക്ക്, ഇതൊക്കെ അവരുടെ പ്രിഫറൻസ് ആണ്. അപ്പോൾ അങ്ങനെ അവർക്ക് ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മുതലാണ് അലഹാൻഡ്രോ ബാൾഡെ. ഇപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്യണം. അതിപ്പോൾ അതിനുവേണ്ടി യുണൈറ്റഡ് മാർക്കറ്റിൽ ഓടി നടന്ന് ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാൾഡേയും യുണൈറ്റഡിനെ തമ്മിൽ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഈവൻ യുണൈറ്റഡ് 40 മില്യൺ യൂറോസിൻ്റെ ബിഡ് സബ്മിറ്റ് ചെയ്തെന്ന് മുണ്ടോ ഡിപ്പോർട്ടീവയൊക്കെ റിപ്പോർട്ട് ചെയ്തു. അത് വെറും തള്ള് മാത്രമാണ്. നമ്മൾ ഇതുവരെ ഒരു ബിഡ് പോലും ആ ഒരു അലഹാൻഡ്രോ ബാൾഡേക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അലഹാൻഡ്രോ ബാൾഡേക്ക് വേണ്ടിയുള്ള ബാർസലോണയുടെ വാലുവേഷനെ കുറിച്ച് പറയപ്പെടുന്നത് ഏകദേശം 50 മില്യൺ യൂറോസ് ആണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല യുണൈറ്റഡ് അത്രയും കാശ് മുടക്കി ഒരു ബാക്കപ്പ് സൈനിങ് അല്ലെങ്കിൽ അടുത്ത സീസണിൽ മിക്കവാറും നമ്മൾ ലൂയിസ് ഹാളിനെ സൈൻ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ആ സമയത്ത് ഒരു ബാക്കപ്പായിട്ട് നിൽക്കേണ്ട ഒരു പ്ലെയറിനെ ഒരിക്കലും 50 മില്യൺ യൂറോസിനെ യുണൈറ്റഡ് സൈൻ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ വിൽകോക്സിൻ്റെ ഒക്കെ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല ബാൾഡെ അത്രയ്ക്കും ഞാൻ റേറ്റ് ചെയ്യുന്നില്ല. ബാൾഡയുടെ ഒരു വാലുവേഷൻ, എന്നെ സംബന്ധിച്ച് ബാൾഡയുടെ ഒരു വാലുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം നമ്മൾക്ക് വേണ്ടി, നമ്മുടെ റാഷ്ഫോർഡിന് വേണ്ടി ബാർസലോണയുടെ ഒരു വാലുവേഷൻ ഉണ്ടായിരുന്നില്ല, ആ ഒരു 30 മില്യൺ യൂറോസ്. 30 മില്യൺ യൂറോസിൻ്റെ ആ ഒരു വാലുവേഷൻ പ്ലസ് ലോൺ ഡീല് നമുക്ക് ഈ ഒരു സീസണിൽ ബാർസലോണ എന്ന അലഹാൻഡ്രോ ബാൾഡെ ലോണിൽ കിട്ടുക. നമുക്ക് ഈ ഓപ്ഷൻ ടു ബൈ പരിപാടിയൊന്നും വേണ്ട, നമുക്ക് വേണമെങ്കിൽ ഒബ്ലിഗേഷൻ ടു ബൈ തന്നെ ആ ഒരു ക്ലോസ് ആഡ് ചെയ്യാം. ഏകദേശം എനിക്കൊന്ന് ഒരു 15 മത്സരം, ഏകദേശം നമ്മൾ 60 മത്സരം കളിക്കുകയാണെങ്കിൽ 30-35 മത്സരമെങ്കിലും അലഹാൻഡ്രോ ബാൾഡെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പുള്ളിയെ നമ്മൾ സൈൻ ചെയ്യും. ആ രീതിയിൽ ഒബ്ലിഗേഷൻ കൊടുത്തുകൊണ്ട് ഒരു 30 മില്യൺ യൂറോസിൻ്റെ ഡീല് ആണ് നമ്മുടെ മുന്നിൽ ബാർസലോണ എഗ്രി ചെയ്യുന്നതെങ്കിൽ സന്തോഷം. ബാൾഡെ നമ്മൾ സൈൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ബാൾഡെയെക്കുറിച്ച് പല കൺസേൺ പലർക്കും ഉണ്ട്. കാരണം ബാൾഡെയെക്കുറിച്ച് ഞാൻ പലപ്പോഴും ബാർസലോണ ഫാൻസൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമായിട്ട് കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൾഡെ ഫൈനൽ തേർഡിൽ മോശമാണ്. അതായത് ഫൈനൽ തേർഡിൽ എത്തിക്കഴിയുമ്പോഴത്തേനും ക്രോസിങ്, കട്ട് ബാക്സ്, അപ്പം അങ്ങനെ ചാൻസസ് ക്രിയേഷൻ്റെ കാര്യത്തിൽ ബാൾഡെ മോശമാണെന്നുള്ള അഭിപ്രായം ബാർസലോണ ഫാൻസിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ഒരു ടീം ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫിസിക്കാലിറ്റി, ഇൻറ്റൻസിറ്റി, അത്ലറ്റിസം, അതായത് ഗ്രൗണ്ട് കവർ ചെയ്ത് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതേപോലെ തന്നെ ബാക്ക് ആൻഡ് ഫോർത്ത് റൺ ചെയ്യാനുള്ള, ത്രൂ ഔട്ട് ദ മാച്ച് ബാക്ക് ആൻഡ് ഫോർത്ത് റൺ ചെയ്യാനുള്ള ആ ഒരു കഴിവ്, ആ ഒരു ടാങ്ക്. അപ്പോൾ ആ ഒരു പ്രൊഫൈലിലുള്ള ഒരു പ്ലെയർ ശരിക്കും, അങ്ങനത്തെ പ്ലെയേഴ്സ് ഒരു പ്ലെയർ എന്നല്ല, അങ്ങനത്തെ പ്ലെയേഴ്സ് നമ്മുടെ ടീമിൽ കുറവാണ്. നമ്മുടെ മിഡ്ഫീൽഡ് മാത്രമല്ല, നമ്മുടെ ടീമിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അത്ലറ്റിക്കും ഇൻറ്റൻസും അതേപോലെ തന്നെ എന്നാ പറയുന്നത് ആ ഒരു റിക്കവറി പേസും ഡ്യുവൽസിന് വേണ്ടി പോകുന്ന തരം ആ രീതിയിൽ ഫിസിക്കലായിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാൾഡേയും ഫിസിക്കലായിട്ടുള്ള ഒരു പ്ലെയറാണ്. അത് മാത്രമല്ല നമ്മൾ ബലേബയൊക്കെ കാണിക്കുന്ന പോലെ ബോൾ ക്യാരിയിങ് എബിലിറ്റി, അപ്പോൾ ആ ഒരു എന്നാ പറയുന്നത് ഒരു ട്രക്കിനെ പോലെ ബോളുമായിട്ട് മുന്നോട്ട് പോയി മുന്നിൽ കാണുന്ന തടസ്സങ്ങളെയൊക്കെ തച്ചുടച്ചുകൊണ്ട് മുന്നോട്ട് ബോൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുള്ള പ്ലെയറാണ് ബാൾഡെ. അതും നല്ല പേസിൽ. അപ്പോൾ വിങ് വഴി ആ രീതിയിൽ പേസിൽ ബോൾ ക്യാരി ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ബാൾഡേക്കുണ്ട്. ഇപ്പം ബലേബ സെൻട്രലി ആ രീതിയിൽ ബോൾ ക്യാരി ചെയ്യുമ്പോൾ വിങ് വഴി ബാൾഡെ ബോൾ ഫാസ്റ്ററായിട്ട് ക്യാരി ചെയ്യും.
ഫൈനൽ തേർഡിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ, ആ ഒരു ക്വാളിറ്റി കുറവ്, എന്നാ പറയുന്നത്, അത് 22 വയസ്സുള്ള ബാൾഡെ സംബന്ധിച്ച് ശരി എന്നാ വെച്ചാൽ 22 വയസ്സുള്ള ബാൾഡേക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അവൻ്റെ മുന്നിൽ ഇഷ്ടം പോലെ അവസരങ്ങൾ അവൻ്റെ മുന്നിലുണ്ട്. പക്ഷേ ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാനൊക്കെ മിടുക്കനായിട്ടുള്ള പ്ലെയറാണ് ഈ ഒരു അലഹാൻഡ്രോ ബാൾഡെ. ട്രാക്ക് ബാക്ക് ചെയ്ത് ഫാസ്റ്ററായിട്ട് പോയി പല സമയത്തും ബാർസലോണയുടെ ഹൈലൈനെ രക്ഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ബാൾഡെ. അപ്പോൾ ആ രീതിയിൽ ഡിഫെൻസീവ്ലി ബെറ്ററാണ്. ഈ ഒരു ഫൈനൽ തേർഡിലുള്ള പുള്ളിയുടെ ക്രോസിങ്, കട്ട് ബാക്സ്, ചാൻസസ് ക്രിയേഷൻ, അതൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞാൽ നല്ലൊരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ഒരു 30 മില്യൺ യൂറോസിൻ്റെ ഈ ഒരു ഡീലിൽ ഒന്നിൽ സ്ട്രൈറ്റ് ഡീല് നമ്മൾ എഗ്രി ചെയ്യണം, അല്ലെങ്കിൽ ലോണ്. ഈ ഒരു റാഷ്ഫോർഡിൻ്റെ സെയിം ഡീൽ തിരിച്ചങ്ങോട്ട് ബാർസയുമായിട്ട് എഗ്രി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനുവേണ്ടി യുണൈറ്റഡ് ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. പിന്നെ ബാൾഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഇഞ്ചുറിയുടെ പ്രശ്നം, അവൈലബിലിറ്റിയുടെ പ്രശ്നം പലരും പറയുന്നത് കേട്ടു. അപ്പം കഴിഞ്ഞ സീസണിലൊക്കെ ബാൾഡെ ഇഞ്ചുവേർഡ് ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം ഇഞ്ചുവേർഡ് ആയിരുന്നെങ്കിലും ബാൾഡെ ഏകദേശം 36 മത്സരങ്ങൾ ബാർസലോണയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ടോട്ടൽ 3 അസിസ്റ്റും ഒക്കെ ചാമ്പ്യൻസ് ലീഗിലും ലാലിഗയിലും ഒക്കെ ആയിട്ട് കൂട്ടി 3 അസിസ്റ്റും ഒക്കെ നേടിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പം നമ്മുടെ ഫുൾ ബാക്ക് ആയിട്ടുള്ള ലൂക്ക് ഷോയുടെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ 3 സീസണിലുമായിട്ട് ലൂക്ക് ഷോ ആപ്പാടെ 2 അസിസ്റ്റാണുള്ളത് കഴിഞ്ഞ 3 സീസണിൽ. കഴിഞ്ഞ സീസണിൽ 38 മത്സരം കളിച്ചു. എന്തുകൊണ്ട്? സെൻറ്റർ ബാക്കായിട്ട് പല സമയത്തും കളിച്ചതുകൊണ്ടും യുണൈറ്റഡിന് മത്സരങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ടും ഒക്കെ ലൂക്ക് ഷോ 38 മത്സരം കഴിഞ്ഞ സീസണിൽ കളിച്ചു. അതിന് പുറകിലത്തെ 2 സീസൺ നോക്കിയോ 15ഉം 14 മത്സരങ്ങളൊക്കെയാണ് കളിച്ചിട്ടുള്ളത്. അപ്പം അവൈലബിലിറ്റിയുടെ പ്രശ്നത്തിലും ഗെയിമിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അസിസ്റ്റ്, ഡിഫൻസ്, ഇപ്പം ഈ കാര്യങ്ങളിലൊക്കെ ശരിക്കും ലൂക്ക് ഷോയെക്കാളും എന്തുകൊണ്ടും ഒരു അപ്ഗ്രേഡ് തന്നെയായിരിക്കും ബാൾഡെ. അപ്പം എനിക്ക് തോന്നുന്നത് ബാൾഡയുടെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് കുറച്ച് എലീറ്റ് ആയിട്ടുള്ള ക്ലബ്ബാണ് ബാൾഡെ നോക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമ്മളൊരു ബിഡ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ രീതിയിലുള്ള ഒരു ചീപ്പറായിട്ടുള്ള ഒരു ബിഡ് സബ്മിറ്റ് ചെയ്ത് പുള്ളിയെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് തൊരപ്പൻ ബാസ്റ്റിനായ നമ്മുടെ ഫബ്രീസിയോ റൊമാനോ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫബ്രീസിയോ റൊമാനോ പറയുന്നത് ബാൾഡെ ഭയങ്കരൻ സാലറിയിലാണ് ബാർസലോണയിൽ ബാൾഡെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സാലറിയെ മീറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെ ഇമ്പ്രൂവ് ചെയ്ത് യുണൈറ്റഡിന് ഓഫർ വെക്കണം, അല്ലെങ്കിൽ ബാർസലോണയുടെ വാലുവേഷൻ ഭയങ്കര കൂടുതലാണ്. ഈ രീതിയിലുള്ള റിപ്പോർട്ട് പലതും ഫബ്രീസിയോ റൊമാനോ പറയുന്നുണ്ട്. ഫബ്രീസിയോ റൊമാനോയുടെ റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാൻ ബാൾഡയുടെ ഒരു സാലറിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ബാൾഡയുടെ ഈ ഒരു ബാർസലോണയിലെ സാലറി എന്ന് പറയുന്നത് ഏകദേശം 27K പെർ വീക്കാണ്. 27K പൗണ്ട്സ് പെർ വീക്കാണ്. അതായത് ഏകദേശം 32 മില്യൺ യൂറോസ് അല്ലെങ്കിൽ 32K യൂറോസ് പെർ വീക്കാണ് ബാൾഡയുടെ ബാർസലോണയിലെ സാലറി. ലൂക്ക് ഷോയ്ക്ക് നമ്മൾ 150K കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും മിനിമം യുണൈറ്റഡ് വരികയാണെങ്കിൽ 100K പൗണ്ട്സ് പെർ വീക്ക് എങ്കിലും നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും ബാൾഡേക്ക് വേണ്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ ഫബ്രീസിയോ റൊമാനോ സ്ഥിരമായിട്ട് യുണൈറ്റഡിൻ്റെ ഡീലുകൾ വരുമ്പോൾ ഇങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ പുള്ളി എടുത്തിടാറുണ്ട്. അത് മാത്രമല്ല, നമ്മളൊരു ടീമുമായിട്ട് ഫീസ് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി പൗണ്ട്സിലല്ല പറയുന്നത്, പുള്ളി യൂറോസിലേക്ക് അത് മാറ്റാൻ ശ്രമിക്കും. കാരണം യൂറോസിലാകുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു ഫിഗർ കാണിക്കാൻ പറ്റുമല്ലോ. ഇത് പുള്ളിയുടെ ഒരു അജണ്ടയാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനത്തെ പല സമയത്തും ഇപ്പം നമ്മുടെ ഒരു പ്ലെയർ വേറെ ഏതെങ്കിലും ഒരു ടീമുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത്, ഈവൻ ഗർണാച്ചോയുടെ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ പറയുന്നത്, ഗർണാച്ചോയുടെ ഡീല് നടക്കുമോ നടക്കത്തില്ല എന്നൊക്കെ ആ ഒരു സ്ഥിതി നിൽക്കുമ്പോഴത്തേനും ഈ ഫബ്രീസിയോ റൊമാനോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, അത് ഡീല് നടക്കും. അപ്പം നമ്മുടെ പ്ലെയറിനും നമ്മുടെ നെഗോസിയേഷനും യാതൊരു വില കൊടുക്കാത്ത ഒരു രീതിയിലാണ് പലപ്പോഴും ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പം അത് ഈ ബാൾഡയുടെ കാര്യത്തിലും കറക്റ്റായിട്ട് കൃത്യമായിട്ട് എടുത്തെടുത്ത് സാലറിയുടെ കാര്യത്തിൽ പറയുന്നുണ്ട്. അപ്പം സാലറി ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ബാർസലോണയുടെ വാലുവേഷൻ ആയിരിക്കും നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. പിന്നെ ജേസൺ വിൽകോക്സിന് പ്രീമിയർ ലീഗിൽ നിന്നുള്ള പ്ലെയേഴ്സിനെയാണ് താല്പര്യം എന്നുള്ളത് വേറൊരു പ്രശ്നം. നമ്മൾ ഈ ഒരു പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള ലെഫ്റ്റ് ബാക്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും വെസ്റ്റ് ഹാമിൻ്റെ മലിക് ദിയൂഫും അതേപോലെ തന്നെ ബ്രെൻഫോർഡും തമ്മിൽ ലിങ്ക്സ് വരുന്നുണ്ട്. ബ്രെൻഫോർഡിൻ്റെ ആദ്യത്തെ ബിഡ് വെസ്റ്റ് ഹാം റിജക്റ്റ് ചെയ്തു. ഏകദേശം 37 മില്യൺ പൗണ്ട്സിൻ്റെ ബിഡ് ബ്രെൻഫോർഡ് വെസ്റ്റ് ഹാമിന് മുന്നിൽ സബ്മിറ്റ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം മലിക് ദിയൂഫിനെ വിൽക്കാൻ തന്നെയാണ് വെസ്റ്റ് ഹാമിൻ്റെ ഉദ്ദേശം. വെസ്റ്റ് ഹാമിൻ്റെ ആ ഒരു ആദ്യത്തെ മത്സരം, ചാമ്പ്യൻഷിപ്പിൽ ആദ്യത്തെ മത്സരത്തിലും മലിക് ദിയൂഫിനെ കളിപ്പിച്ചില്ല.
അപ്പോൾ അവർക്ക് വിൽക്കണം. അപ്പം നമ്മൾ എന്തുകൊണ്ട് അങ്ങനത്തെ ഡീലിലേക്ക് പോകുന്നില്ല? മലിക് ദിയൂഫ് എന്ന് പറയുന്ന പ്ലെയർ കഴിഞ്ഞ സീസണിൽ വെസ്റ്റ് ഹാം പോലത്തെ ഒരു റെലിഗേറ്റഡ് ആയ ടീമിൽ നിന്ന് 5 അസിസ്റ്റ് നടത്തിയ ടീമാണ്. അപ്പോൾ അത് നടത്തിയ പ്ലെയറാണ്. അപ്പം നമ്മൾ ഈ ഒരു മലിക് ദിയൂഫിൻ്റെ കാര്യം നോക്കിയാലും കണ്ടിന്യൂസ് റണ്ണിങ് നടത്തുകയും ഹൈലി ഫിസിക്കലായിട്ടുള്ള പ്ലെയർ, ഏരിയലി ബെറ്റർ ആയിട്ടുള്ള പ്ലെയർ, റിക്കവറി പേസ് ഉള്ള പ്ലെയർ, 5 അസിസ്റ്റ് കഴിഞ്ഞ സീസണിൽ നേടിയ പ്ലെയർ. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് വേണ്ട തരം ഒരു പ്രൊഫൈൽ, ആ ഒരു ഫിസിക്കൽ പ്രസൻസ് തന്നെയാണ് മലിക് ദിയൂഫ്. അപ്പം ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്തുകൊണ്ട് തുനിഞ്ഞിറങ്ങുന്നില്ല? ബ്രെൻഫോർഡിനുള്ള ഒരു എന്നാ പറയുന്നത്, ഒരു അംബീഷൻ പോലും നമുക്കില്ല എന്ന് കാണുന്നത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്ലെയറിനൊക്കെ വേണ്ടി നമ്മൾ ഈ ഒരു സമയത്ത് ചാടി വീഴേണ്ടത് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ചാടി വീഴുന്നില്ല, എന്തുകൊണ്ട് നമ്മൾ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്ന് ഒരു പിടുത്തമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചെന്നമ്പിന്നെ കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ഇടണം.